ഹലോ എവ്രി വൺ, വെൽക്കം ടു യാനിസ്റ്റ. ഇന്ന് നമ്മളൊരു സിമ്പിൾ സ്റ്റാർ ഹാങ്ങിങ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അത് നമുക്ക് ബാഗിൻ്റെ മുകളിലും കീയുടെ മുകളിലും ഒക്കെ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ സൈസ് 3 അക്രിലിക് യാണാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും ഇഷ്ടപ്പെട്ട യാണൊക്കെ ഇതിന് യൂസ് ചെയ്യാം. യാണിന് ചേരുന്നൊരു ഹുക്ക് സൈസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ 3mm ഹുക്കാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു മാജിക് റിങ് ചെയ്യണം. റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യാണിങ്ങനെ 2 വിരലിലായിട്ട് ചുറ്റുന്ന സമയത്ത് ബാക്ക് സൈഡിൽ ഇതേപോലെ ക്രോസ് ആയിട്ട് വരണം. അതിനുശേഷം ഹുക്ക് എടുത്തിട്ട് ആദ്യത്തെ സ്റ്റാൻഡിൻ്റെ അടിയിലൂടെ രണ്ടാമത്തെ സ്റ്റാൻഡ് വലിച്ചെടുക്കാൻ ശ്രമിക്കുക. വലിച്ചെടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു ചെയിൻ 1 ചെയ്യുക. ഇങ്ങനെയാണ് മാജിക് റിങ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു രീതിയിൽ മാജിക് റിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഒരു റിങ്ങിലേക്കാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് റിങ്ങിലേക്ക് ഞാൻ സ്റ്റിച്ചസ് ആഡ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് റിങ്ങിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു യാൺ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ ടോട്ടൽ 3 ലൂപ്പ് ഉണ്ടാവും. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലും കൂടെ ഒരുമിച്ച് വലിച്ചെടുക്കുക. അതായത് ഒരു ഡബിൾ ക്രോഷ്യയുടെ ഹാഫാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഈ റിങ്ങിൽ ടോട്ടൽ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് റിങ്ങിൽ ഇടേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിങ് ഒന്ന് ടൈറ്റ് ചെയ്യാം. റിങ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാജിക് റിങ്ങിൻ്റെ ടെയിലുണ്ട് ഇതേപോലെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ റിങ് ടൈറ്റ് ആവും. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഹുക്ക് ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു യാൺ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിലൂടെ വലിച്ചെടുത്താൽ സ്ലിപ്പ് സ്റ്റിച്ചായി. ഇനി നമുക്ക് സ്റ്റാറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയിൻ 1 ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇടുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇട്ടു. ഇനി അടുത്ത സ്റ്റിച്ചിൽ രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഞാൻ ടോട്ടൽ 4 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ചിലേക്ക് അതിന് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ആ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ വലിച്ചെടുക്കുക. 3 ലൂപ്പിലൂടെയും വലിച്ചെടുക്കുക. ഇനി ചെയ്യുന്നത് ഒരു ഡബിൾ ക്രോഷ്യയാണ്. അതേ സ്റ്റിച്ച് തന്നെയാണ്. അതിന് യാൺ ഓവർ ചെയ്യുക. ആ സ്റ്റിച്ചിലേക്ക് ഇടുക. ഒരു യാൺ വലിച്ചെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. പിന്നത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇനി ഒരു ചെയിൻ 2 ചെയ്യണം. ചെയിൻ 2 ചെയ്ത് കഴിഞ്ഞാൽ സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചോടെ ഇനി ഇടാൻ പോവുകയാണ്. അതിന് യാൺ ഓവർ ചെയ്യുക. ആ സെയിം സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ വലിച്ചെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. വീണ്ടും 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറഞ്ഞ 4 സ്റ്റിച്ച് ഉണ്ടെന്നുള്ളത്. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടെ ഇതേ സ്റ്റിച്ചിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ടോട്ടൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 1 ഡബിൾ ക്രോഷ്യ, 1 ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റാറിൻ്റെ ഒരു കോണ് പോലെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അതായത് ഒരു സ്റ്റിച്ചിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യണം. നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് വേണ്ടി നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിൽ ഇതേപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ. ഈ ഒരു രീതിയിൽ 5 തവണ നമ്മൾ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ആദ്യം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം ചെയിൻ 2 ചെയ്യുക. ഇനി ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തൊക്കെ സെയിം സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുന്നു. അതിനുശേഷം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടെ അതേ സ്റ്റിച്ചിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത കോണ് കിട്ടും. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. 5 ടൈംസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ടോട്ടൽ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും ആ 4 സ്റ്റിച്ചിൻ്റെ ഒരു ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ 5 തവണ റൗണ്ടിൽ ചെയ്യണം. അപ്പോൾ ഞാൻ 5 തവണ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് സ്റ്റാർ ആയി കഴിഞ്ഞു.
ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യേണ്ടത്. ഈ റൗണ്ട് ഫിനിഷ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഹുക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിലേക്ക്, അതായത് ഫസ്റ്റ് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത് റൗണ്ട്. ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് താഴെയായിട്ടാണ് വരിക, അത് കണ്ടോ, ഈ ഒരു സ്റ്റിച്ച് ഇൻസേർട്ട് ചെയ്യുക. ഒരു ലൂപ്പ് വലിച്ചെടുക്കുക, എന്നിട്ട് ആ ലൂപ്പ് അടുത്ത ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഹാങ് ചെയ്യാനുള്ളൊരു പോർഷൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ 1 കൊടുത്തിട്ട് ഹുക്ക് ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് എത്ര നീളത്തിലാണോ ഹാങ് ചെയ്യേണ്ടത് അത് ഇങ്ങനെ വലിച്ചു വയ്ക്കുക. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് നോട്ടിടാൻ പോവാണ്. നോട്ടിടുന്നത് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക, നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം ആദ്യം, എന്നിട്ടാണ് കെട്ടിടേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ടെയിൽ എൻഡ് ഈ ലൂപ്പിൻ്റെ ഒരു സ്ട്രാൻഡുമായിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോയിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുക. ആ ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ, എത്ര നമുക്ക് വേണം എന്നുള്ളത്. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഒരു മീഡിയം ഇതിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കെട്ടി കൊടുക്കുക. കെട്ടിയതിന് ശേഷം നമ്മൾ ആ ബാലൻസ് വന്നിട്ടുള്ള ആ ടെയിലൻ്റൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണം. കണ്ടോ, ടെയിലൻ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെയിലൻറ്റിനെ സെൻറ്ററിൽ നമുക്ക് ഓൾറെഡി ഒരു ടെയിലൻ്റ് ഉണ്ട് മാജിക് റിങ്ങിൻ്റെ, അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാജിക് റിങ്ങിൻ്റെ സെൻറ്ററിൽ ഹോളൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അറ്റത്ത് കട്ട് ചെയ്തിട്ടുള്ള ആ യാണിനെ ഈ മാജിക് റിങ്ങിൻ്റെ ടെയിലൻറ്റിൻ്റെ അടുത്തേക്ക് ഇതേപോലെ ഹുക്ക് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് നോട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റാറിൻ്റെ ഓരോ കോർണേഴ്സ് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു കോർണർ നല്ല പോയിൻറ്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഈ ഒരു സ്റ്റാർ നിങ്ങൾക്ക് എന്തിൻ്റെ മുകളിൽ വേണമെങ്കിലും ഹാങ് ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് ഒരു സിപ്പറിൻ്റെ ഹോളിൽ എങ്ങനെ ഹാങ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ഇതൊരു പേഴ്സിൻ്റെ സിപ്പാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹാങ് ചെയ്യാം. നിങ്ങൾക്ക് ബാഗിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ സ്റ്റാർ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക്